ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കണം, ചട്നി, തക്കാളി ചട്നി ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ദോശയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് തക്കാളി ചട്നിക്കായിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കനം കുറച്ച്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ 3 തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ട് വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറ്റൽമുളക് ഒന്ന് വറുത്തെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ ഉണ്ടല്ലോ, ഒനിയൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒനിയൻ പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റേണ്ട, ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മതി. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 മീഡിയം സൈസ് തക്കാളിയായിട്ട് നമ്മൾ എടുത്തേക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചമ്മന്തിക്ക് ഒരു ചട്നിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി എരി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ. ഇനി നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയ ശേഷം മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഒരു ഇതിൽ കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു തണ്ട് കറിവേപ്പില കേട്ടോ. അങ്ങനെ നന്നായിട്ട് വഴറ്റി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചെറിയ ചൂടൊക്കെ നാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി ചട്നിയുടെ പണി കേട്ടോ. അത് നല്ല രസമാണ്, നമുക്ക് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒക്കെ നല്ല കോമ്പിനേഷനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചട്നി. ഇനി നമുക്ക് നമ്മുടെ ഇവിടെ മാവ് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ തലേ ദിവസം തന്നെ അരച്ച് ദോശക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ദോശ ചൂടാം കേട്ടോ. ദോശ നമ്മൾ വളരെ കനം കുറച്ചായിട്ട് ചൂടാറ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ നെയ് റോസ്റ്റൊക്കെ പോലെ കനം കുറച്ച് ഇത്തിരി നെയ്യൊക്കെ പരട്ടി കൊടുത്തിട്ടാണ് നമ്മൾ ചുട്ടെടുക്കാറ്. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഡെയിലി നമ്മൾ ഇങ്ങനെയാണ് ദോശ ചൂടാറിട്ട്. നമ്മൾ ശരിക്കും കനം കുറച്ച് പരത്തിയിട്ട് കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് ദോശ. അപ്പം ഇങ്ങനെ ചൂടുമ്പോൾ നമ്മൾ ചൂടോടുകൂടി കഴിക്കുമ്പോഴായിട്ട് അതിന് ഭയങ്കര ടേസ്റ്റ്. ചൂടാറി കഴിയുമ്പോൾ അതിന് അത്ര രുചി ഉണ്ടാവില്ല. രുചി ഉണ്ടാവില്ല എന്നല്ല, അതിൻ്റെ ആ ക്രിസ്പിനെസ്സൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ചൂടോടുകൂടി നമ്മൾ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ഒടിച്ച് ഇങ്ങനെ നല്ല എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ദോശ ഓരോന്നോരോന്നിട്ട് ഉണ്ടാക്കി നമ്മുടെ ചട്നി റെഡിയായി. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ദോശയും ചട്നിയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ചട്നി എങ്ങനെ ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ദോശയൊക്കെ കൂട്ടി ദോശയും ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ പോകും. അപ്പോൾ എല്ലാവരും ഈ ചട്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ഈസിയല്ലേ ഈ ചട്നി ഉണ്ടാക്കാനായിട്ട്. അത് നല്ല ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ല കോമ്പിനേഷനായിട്ട്. അതും നമുക്കിപ്പോൾ 1-2 ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ചട്നി ഉണ്ടാക്കിയിട്ട് നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സിനകത്ത് അടച്ച് വെച്ച് 2-3 ദിവസമൊക്കെ അങ്ങനെ ഇരിക്കും, ഒരു കേടുണ്ടാവില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ. അടുത്ത വീഡിയോ കാണും വരെ ബായ്.